15 തവണ മിസ്റ്റർ കേരള, 6 തവണ മിസ്റ്റർ സൗത്ത് ഇന്ത്യ, സ്റ്റേറ്റ്, നാഷണൽ, ഇന്റർനാഷണൽ നേട്ടങ്ങൾ ഒട്ടനവധി. ബോഡി ബിൽഡിംഗിൽ വരാപ്പുഴക്കാരൻ സുനിൽദാസ് കൈവരിച്ച നേട്ടങ്ങൾ നിരവധിയാണ്. എൻ്റെ സ്വന്തം വീട് വരാപ്പുഴയാണ്, കുലുമാവ് പൊങ്ങാർപ്പള്ളി. ഒരു 18 വയസ്സുള്ളപ്പോൾ തുടങ്ങി ഞാൻ കല്ലൂർ സ്റ്റേഡിയത്തിൽ വന്ന് പ്രാക്ടീസ് ചെയ്ത് VM ബഷീറിൻ്റെ ജിമ്മിലായിരുന്നു വന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ജിമ്മിലാണ് പ്രാക്ടീസ് ചെയ്ത് വെച്ചത്. പിന്നെ അവിടെ നിന്ന് തുടങ്ങിയാണ് കോമ്പറ്റീഷനൊക്കെ പ്രിപ്പറേഷൻ ചെയ്ത് സംസ്ഥാന തലത്തിലും നാഷണൽ ലെവലൊക്കെ പങ്കെടുത്തതും എല്ലാ കാര്യങ്ങളും ചെയ്തു. സുനിൽദാസ് സ്വന്തമായി ഒരു ജിം നടത്തി വരികയാണ്. എന്നാൽ ബോഡി ബിൽഡിങ്ങിനുള്ള ഫുഡിനും കോമ്പറ്റീഷനു വേണ്ട വലിയ ചിലവുകൾക്കും ഈ തുക തികയാതെ വരുന്നതുകൊണ്ട് തന്നെ അധിക തുക കണ്ടെത്തുന്നത് ഓട്ടോറിക്ഷ ഓടിച്ചാണ്. ഞാൻ ഈ ഫീൽഡിൽ കോമ്പറ്റീഷൻ ഫീൽഡിൽ ഇറങ്ങിയതാണ്. അതിന് മുമ്പ് തന്നെ വരാപ്പുഴയിൽ സാധാ ജിമ്മുകൾ ഉണ്ടായിരുന്നു. അവിടെ പോയി പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പം നമുക്ക് ഒരു മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ഇത് പറയുന്നത് നമുക്ക് പുറത്തോട്ടുള്ള ജിമ്മിലൊക്കെ പോയി പ്രാക്ടീസ് ചെയ്യണം. ഇത്തിരി ഫേമസ് ആയിട്ടുള്ള ആൾക്കാരുടെ മുമ്പിൽ പോയി പ്രാക്ടീസ് ചെയ്യുക, നല്ല ആശാന്മാരുടെ മുമ്പിൽ പ്രാക്ടീസ് ചെയ്യുക. എന്നാലേ നമുക്ക് മെച്ചപ്പെട്ട രീതിയിൽ കോമ്പറ്റീഷനൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള ആ തീരുമാനത്തിൽ ഞാൻ കല്ലൂർ സ്റ്റേഡിയത്തിൽ വന്ന് അവിടെ നിന്ന് വന്നിട്ട് ITC കുലുമാവ് ITC പഠിക്കുന്ന സമയത്ത് തന്നെ വെള്ളി ശനി വൈകിട്ട് വന്നിട്ട് കുലുമാവിൽ വന്ന് പ്രാക്ടീസ് ചെയ്യും. കുലുമാവ് പോട്ടെ നമ്മുടെ സ്റ്റേഡിയത്തിൽ പ്രാക്ടീസ് ചെയ്യും. അങ്ങനെയായിരുന്നു തുടക്കകാലത്തുള്ള വർക്കൗട്ടൊക്കെ കാര്യങ്ങളാണ്. അതിനുശേഷം ഫസ്റ്റ് മിസ്റ്റർ എറണാകുളം അടിച്ച് 2003 മിസ്റ്റർ എറണാകുളം അടിച്ച് ചാമ്പ്യൻ ഓഫ് ചാമ്പ്യനായി. അത് കഴിഞ്ഞിട്ട് എനിക്ക് ആർമിയിൽ എന്നെ വിളിച്ച് ബോഡി ബിൽഡിംഗിലെ വലിയ നേട്ടങ്ങൾക്കൊപ്പം ഇന്ത്യൻ ആർമിയിൽ ജോലി ലഭിച്ച സുനിൽദാസ് ജോലിക്കായുള്ള അപ്പോയിൻമെന്റിനെ കാത്തിരിക്കവെയാണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തിന്റെ ജീവിതം മാറിയ ഒരു സംഭവം നടക്കുന്നത്. ആർമിയിൽ വിളിച്ച് എനിക്ക് അതിൻ്റെ എല്ലാ ഇതും ഫിസിക്കലും എല്ലാ റിട്ടേൺ ടെസ്റ്റും എല്ലാം ഞാൻ പാസ്സായി. എനിക്ക് അവിടെ കിട്ടിയെന്ന് തന്നെ ഉറപ്പായി. അതിനുശേഷം ഞാൻ വീട്ടിലോട്ട് പോകുന്നു. ഒരു 3 മാസത്തോളം എന്നെ കോച്ച് അവിടെ പിടിച്ച് നിർത്തി. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മാസത്തിൽ അടുത്ത മാസം തന്നെ മിസ്റ്റർ ഇന്ത്യ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ആർമിയുടെ പേരിൽ മിസ്റ്റർ ഇന്ത്യക്ക് ഇറക്കാൻ വേണ്ടിയിട്ട് കോച്ച് എന്നെ അവിടെ വർക്കൗട്ട് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് 3 മാസം അവിടെ ഇത് ചോദിച്ചിട്ട് എന്നെ അവിടെ നിർത്തി. ആർമി ക്യാമ്പിൽ തന്നെ നിർത്തി. അപ്പം ഞാനപ്പോൾ ആ 3 മാസം കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് കുറച്ച് മടുപ്പായി. വീട്ടുകാരെ കാണാനുണ്ടായപ്പോൾ കൊച്ചുകുട്ടിയാണല്ലോ ആ സമയത്ത്. അപ്പോൾ ഞാൻ തിരിച്ച് വീട്ടിലോട്ട് വന്ന് തിരിച്ച് പോകാനുള്ള ആ ബർത്തിയാണ് സമയത്ത് അവർ കടലാസ് ആക്കുമ്പോൾ നമുക്ക് പോയി വൃത്തിയായാൽ മതിയല്ല എന്നുള്ള ഇതിൽ ഞാൻ നിന്നേച്ച്. അങ്ങനെ കുലുമാവിൽ വന്ന് കുലുമാവിൽ ഒരു പഴയ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. സാധാ ജിമ്മ്, നോർമൽ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാനപ്പോൾ വൈകുന്നേരം ഞാനൊരു അനിയനും കൂടി വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ദാഹിക്കുമ്പോൾ നമുക്ക് ഇത്തിരി വെള്ളം കുടിക്കണമല്ലോ. അപ്പോൾ അങ്ങനെ കടയിൽ കയറി വെള്ളം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഞങ്ങൾ ആ കൊല്ലം മലക്ക് മാലയിട്ടിട്ടുണ്ടായിരുന്നു ശബരിമല പോകാൻ. അപ്പോൾ അച്ഛൻ അവിടെ നിന്ന് കൂരുമാലത്തെ കടയുടെ പേരൊന്നും ഞാൻ പറയണല്ല, നമുക്ക് ആ കടയിൽ നിന്ന് ഇങ്ങനെ പഴം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പഴം മേടിച്ചപ്പോൾ ഇത് ചീത്തപ്പഴമായിട്ടേ കൊടുത്തായിരുന്നു. അപ്പോൾ അച്ഛനങ്ങനെ ചോദിച്ചു, ഇങ്ങനെ നല്ല നോക്കി താടോന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞ അച്ഛനടുത്ത് പറഞ്ഞ് ആവശ്യമുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോടുമെന്ന് പറഞ്ഞു. ഒരു സ്ഥാപനത്തിൽ ഒരാൾ കയറി വരുമ്പോഴും അങ്ങനെയാണ് പെരുമാറുന്നത്. അപ്പോൾ ഞാൻ ആ കടയിൽ വെള്ളം കുടിക്കാനായിട്ട് യാദൃശ്യമായിട്ട് ഞാൻ എൻ്റെ അനിയനും കയറി. അപ്പോൾ അനിയൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഇത് എൻ്റെ കൂട്ടുകാരുടെ കട തന്നെയാണത്, അവർ ഞങ്ങളെ പേഴ്സണലി അറിയാവുന്നതാണ്, ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് നടക്കുന്ന കൂട്ടുകാരന്മാരൊക്കെ തന്നെയാണ്.
അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, അത് അച്ഛനോട് ഇങ്ങനെ സംസാരിച്ചതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാലും അവൻ എന്നെ എതിർത്ത് സംസാരിച്ച്. അപ്പം ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു തോണ്ട് ഇങ്ങനെ കാണിച്ച്, പക്ഷെ അതെങ്ങും കൊണ്ടുമില്ല, ഒന്നും ചെയ്തുമില്ല. പിറ്റേ ദിവസം ഒരു ഉച്ചയായപ്പോഴത്തേനും 11 മണിയായപ്പോഴത്തേനും വരാപ്പുഴ സ്റ്റേഷനിൽ നിന്ന് എനിക്കൊരു കോൾ തന്നെയാണ്, നിങ്ങൾ കൂനമാല കട തല്ലി തകർത്ത് അവിടുത്തെ 5000 രൂപയുടെ സാധനങ്ങൾ നശിപ്പിച്ച് എന്നുള്ളതൊക്കെ പറഞ്ഞ് ഒരു കേസ് വന്നു. കേസ് കാരണം പിന്നെ എനിക്ക് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റിയിട്ടില്ല. വേറെ അത് കഴിഞ്ഞിട്ട് അതുകൂടാണ്ട് വേറെ റെയിൽവേ ഉണ്ട്, നേവി ഉണ്ട്. ആ ടൈമിലൊക്കെ എനിക്ക് കിട്ടുമായിരുന്നു, സിമ്പിളായിട്ട് കിട്ടുമായിരുന്നു. എനിക്ക് ആ കേസ് വന്നതോടുകൂടി എനിക്ക് ഒരു വിധത്തിലുള്ള ജോലിയിലും എനിക്ക് പ്രവേശിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ ആ കേസ് വന്നേ പിന്നെ എൻ്റെ ജീവിതം മീൻസ് പകുതി തീർന്ന്. പിന്നെ നമുക്ക് മുന്നോട്ട് ഇനി ഇത് ചെയ്യും എന്നുള്ള രീതിയിലായി കഴിഞ്ഞപ്പോഴും ഒരു ലക്ഷ്യമില്ലാണ്ടുള്ള ഇതാണ്. ആ ടൈമിൽ ഞാൻ പിന്നെ വിട്ടില്ല, പ്രാക്ടീസ് ചെയ്ത് മിസ്റ്റർ കേരള അടിച്ചു, 15 മിസ്റ്റർ കേരള അടിച്ചു, സൗത്ത് ഇന്ത്യ അടിച്ചു, അമേച്ചർ ഒളിമ്പിയ, വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഇതെല്ലാം ചെയ്ത് ഇതിലൊക്കെ പ്രൈസ് എല്ലാം വന്ന് ഇതിൽ ഇപ്പം ഞാനിപ്പോൾ ജിമ്മ് ഇവിടെ എളമക്കരയിൽ ജിമ്മ് തുടങ്ങിയിട്ട് 10 കൊല്ലം കൂനുമാല വീടൊക്കെ വിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇങ്ങോട്ട് പോകുന്നു. ആർമിയിൽ നിന്ന് ആ ജോലി ഇതായി കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അതിനുശേഷം ഞാൻ തിരഞ്ഞെടുത്തൊരു മാർഗമാണ് ഓട്ടോറിക്ഷ ഓടിച്ച് നമുക്ക് നമ്മുടെ ചിലവ് മുന്നോട്ട് പോകാം. അതായത് ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് പൈസ ചിലവുള്ള ഒരു ഗെയിമാണ്. അത് നമ്മൾ വിചാരിക്കണ പോലെ നിൽക്കില്ല. അതായത് എൻ്റെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമുക്കിപ്പോൾ ഒരു ഇൻ്റർനാഷണൽ ലെവൽ കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 5 ലക്ഷം രൂപയെങ്കിലും കുറഞ്ഞത് വേണം. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുഡ്, പിന്നെ മെഡിസിൻ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾക്കും അതിൻ്റേതായ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണം. കറക്റ്റായിട്ട് കിട്ടിയില്ലെങ്കിൽ അത് നമുക്ക് നമ്മുടെ വർക്കൗട്ടിനെ ബാധിക്കും. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് ഇതിൻ്റെത്. അതായത് ഒരുപാട് ഫണ്ട് പോകുന്ന മേഖലയാണിത്. പിന്നെ നമുക്ക് വേണ്ട സ്പോൺസർമാർ ആരും ഈ ഫീൽഡിൽ വളരെ കുറവാണ്. നമ്മുടെ ഇന്ത്യയിൽ നമുക്ക് ബോഡി ബിൽഡിങ്ങിൽ സ്പോൺസർമാർ കിട്ടാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഡെയിലി ഒരു 50 മുട്ട കഴിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ എത്രയോ. അപ്പോൾ ആ പൈസ കണ്ടെത്തണമെങ്കിൽ ഞാൻ കണ്ടെത്തണമെങ്കിൽ എനിക്ക് ഓട്ടോറിക്ഷ ഓടിച്ചാലേ അതിനുള്ള സാമ്പത്തികം എനിക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനൊരു കേസ് കിടക്കണ കാരണം എനിക്ക് ഇന്ത്യക്ക് പുറത്തോട്ട് പോയി മത്സരിക്കാനുള്ള ഒരു ഇതുണ്ടാകുന്നില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാസ്പോർട്ട് എനിക്ക് പുതുക്കി കിട്ടണതാണ്. അതായത് കേസ് വരുമ്പോൾ ഭയങ്കര ഇതായിട്ട് നിൽക്കുന്ന കാരണം എനിക്ക് പുതിയ പാസ്പോർട്ട് കിട്ടാനുണ്ടായില്ല. ഞാൻ മത്സരം വിട്ടിട്ടില്ല മീൻസ് മത്സരം ഞാൻ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണല്ലോ പിന്നെ നമ്മൾ ഓട്ടോറിക്ഷ അതിലോട്ട് മടങ്ങി വന്നത്. പിന്നെ നമ്മൾ ഫുൾ ടൈം ജിമ്മിലിരുന്ന് ഒരു മടുപ്പാകുമ്പോഴത്തേനും നമുക്ക് ഒന്ന് റിലാക്സ് ആകാൻ വേണ്ടിയിട്ട് നമ്മൾ വേറൊരു തൊഴിൽ കൂടിയും പോണ്. അപ്പോൾ അതിന് എക്സ്ട്രാ വരുമാനം കിട്ടുമ്പോൾ നമുക്ക് ഇതിനൊരു സപ്പോർട്ടാവും. നമുക്ക് വേറെ ഒരു സ്പോൺസർമാർ അങ്ങനെ ആരും ഇല്ലാത്ത കാരണം നമ്മൾ തന്നെ ഇതിനു വേണ്ടിയുള്ള പൈസ നമ്മൾ തന്നെ കണ്ടെത്തണം. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.